ശ്രീ കെ കെ രമ, ശ്രീമതി കെ കെ രമ MLA നമുക്കൊപ്പമുണ്ട്. ശ്രീമതി കെ കെ രമ MLA, ഈ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഇന്നലെ കോൺഗ്രസിനകത്തൊരു സംശയമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് നേതാക്കൾ നൽകുന്ന സൂചന രാജി ഉടനെ ഉണ്ടാകുമെന്നാണ്. താങ്കൾക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് അറിയിക്കാൻ കഴിയുമോ? രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടേ? അല്ല, ഇത്തരം വിഷയങ്ങളിൽ വളരെ വ്യക്തമായ നിലപാട് ഞാൻ ഇപ്പോഴുമല്ല നേരത്തെയും എടുത്തതാണ്. ഇതുപോലെ ആരോപണ വിധേയരായ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല. അതിലൊരു തർക്കവുമില്ല. നിരവധി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അത് ആ പാർട്ടി ആ തീരുമാനം അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ആ പാർട്ടി എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം തുടക്കം തന്നെ കോൺഗ്രസ് ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുത്തിരുന്നു. ഞാൻ ഇടപെടുന്നത് ഒരു കാര്യം, താങ്കൾ പക്ഷേ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതിൽ രാഹുലിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യം താങ്കൾ ഉന്നയിച്ചിരുന്നില്ല. അല്ല, ഞാനത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞു. അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്, ഒരു കാര്യത്തിലും ഇത്തരം ആളുകളെ സംരക്ഷിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിലെന്ത് തർക്കം? അതിൽ പിന്നീടാണ് ഗുരുതരമായ മറ്റു ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. ആ സമയത്ത് കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. കേസ് കൊടുക്കുന്നുണ്ടോ ഇല്ലതൊന്നും വിഷയമേ അല്ല. ഈ കാര്യത്തിൽ ഉള്ള നിലപാട് തന്നെയാണ് നേരത്തെയും പറഞ്ഞത്. അതിലൊരു മാറ്റവും ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. അതായത് അത് ഏത് വ്യക്തിയായാലും ഏത് പാർട്ടി ആയാലും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. നിലപാടായിട്ട് തന്നെ തുടരും. അതായത് രാഹുലിന്റെ രാജി ഉടനെ ഉണ്ടാവണം, ആ തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളണം, അത് തന്നെയാണ് താങ്കളുടെ നിലപാട്? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഇത് UDF-നകത്ത് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമായൊക്കെ മാറുമോ? താങ്കൾ UDF-ന്റെ ഭാഗമല്ല, എന്നിരുന്നാൽ കൂടി എനിക്കറിയില്ല. അതൊക്കെ പാർട്ടി ആലോചിക്കേണ്ടതാണ്. ആ പാർട്ടി അത്തരം കാര്യങ്ങൾ ആലോചിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തി എന്ന തീരുമാനം. കാരണം അത് നമ്മൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും കണ്ടില്ല. തീവ്രതയെ അളക്കാനോ കേസുണ്ട്, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ, പാർട്ടി കോടതി തീരുമാനിക്കും എന്നൊരു ന്യായീകരണവും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ നിലപാടായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ആ വ്യത്യസ്തത തീർച്ചയായിട്ടും ഉണ്ടാകണം, ആ മാറ്റം ഉണ്ടാകണം. കാരണം ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് അത്. ഇതുപോലെ എല്ലാവരെയും സംരക്ഷിക്കുകയല്ല വേണ്ടത്. അത് ഒരു മാതൃകാപരമായ തീരുമാനമായിട്ടുണ്ടാകണം. നാളെ വീണ്ടും ഇത്തരത്തിലൊരു കേസ് ഉണ്ടായത് സംരക്ഷിക്കുന്ന നിലപാട് ആർക്കും ഉണ്ടാവരുത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. ഞാൻ ഒരു കാര്യം കൂടി, ഇന്നലെ രാഹുലിൻ്റെതായി പുറത്തു വന്ന ചില ശബ്ദ സംഭാഷണം താങ്കൾ ശ്രദ്ധിച്ചു കാണാം. ഞങ്ങളടക്കം അത് പുറത്ത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തതാണ്. അതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന് മാത്രമല്ല, ഒരു വ്യക്തിയിൽ ഉണ്ടാവാത്ത, ഒരു യുവനേതാവിൽ, ഒരു യുവാവിൽ ഒരിക്കലും ഉണ്ടാവാത്ത ചില സംഭാഷണ സൂചനകളുണ്ട്. ഒരു ക്രൈം മനോഭാവമുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു. ഇങ്ങനെ ഒരു വ്യക്തി ഒരു യുവ നേതാവായി ഒരു സംഘടനയുടെ തലപ്പത്ത് എങ്ങനെ എത്തിയെന്ന ചോദ്യം, ഒരു MLA എന്ന ചോദ്യം കൂടി നമുക്ക് മുന്നിൽ അപ്പോൾ അവശേഷിക്കുകയാണ്. അതുകൊണ്ടുകൂടി ആ ഒരു ഗൗരവത്തോടെ താങ്കൾ ഈ വിഷയത്തെ കണ്ടിരുന്നു? അത്ര അധികം പ്രാധാന്യമുള്ള വിഷയമായി തോന്നിയിട്ടുണ്ടോ? അല്ല, സ്ത്രീകൾക്കെതിരെ ഏത് തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായാലും അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അതിലൊരു സംശയവുമില്ല. അത് ഏത് ആളുകൾ പറഞ്ഞാലും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിലൊക്കെ ആ ഗൗരവത്തിൽ തന്നെ ആ വിഷയങ്ങൾ എടുക്കണം, കൈകാര്യം ചെയ്യണം എന്നതാണ് പാർട്ടി നേതാക്കന്മാർ ചെയ്യേണ്ടത്. അത് പാർട്ടികളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മുന്നേ ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾ ഇതുപോലെയുള്ള ക്രിമിനൽ ഒഫൻസുകളാണ്. പക്ഷെ എങ്ങനെയാണ് അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് നാം കണ്ടത്? ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? അത് ഉണ്ടാവാൻ പാടില്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ തീരുമാനമെടുക്കുകയും മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നിയമപരമായി ഇതുമായി മുന്നോട്ട് പോകാൻ അതിജീവിതകൾ തയ്യാറാകണം. അതിനുള്ള സംരക്ഷണം, പൂർണ്ണമായ പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നാളെ ഇതുപോലെയുള്ളത് ഇനി ആവർത്തിക്കപ്പെടരുത് എന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ സ്ത്രീകൾക്കും മാന്യമായി സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഇതുണ്ടാകണം. ആ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. വളരെ നന്ദി കെ കെ രമ പ്രതികരിച്ചതിന്. ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതില്ലേ? യെസ്, ദീപ്തി മേരി വർഗീസിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തായാലും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഭാഗമായി നിൽക്കുന്ന, UDF രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്ന പലരും പരസ്യമായി തന്നെ ഈ കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു. N ശ്രീകുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്ന് തോന്നുന്നു. യെസ്, ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, കൂടുതൽ നേതാക്കൾ പരസ്യമായി ഈ വിഷയം പരസ്യമായി ഉന്നയിക്കുകയാണ്. ഞാൻ നേരത്തെ കെ കെ രമയെ പരാമർശിച്ചു പോയത്, കെ കെ രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം അവരൊന്നും നേരത്തെ പരസ്യമായി ഉന്നയിച്ചതല്ല. പക്ഷേ ഇപ്പോൾ അവരത് പരസ്യമായി പറയാൻ തയ്യാറാവുന്നു. അതിൻ്റെ അർത്ഥം UDF-നകത്ത് പൊതുവിൽ രാഹുൽ രാജി ആവശ്യം പരസ്യമായി ഉന്നയിക്കാൻ ആൾക്കാർ തയ്യാറാവുന്നു. അപ്പോൾ ഇനി ഒരു പ്രതീക്ഷയും രാഹുലിന് വേണ്ട എന്ന് തന്നെയല്ലേ?
അതിലൊരു സംശയങ്ങളും വേണ്ട. നേതൃത്വം ആ തീരുമാനത്തിലേക്ക് ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എപ്പോൾ അത് ഉണ്ടാകുമെന്ന് മാത്രം നോക്കിയാൽ മതി. 48 മണിക്കൂറിനകത്ത് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് അറിയുന്നത്. അത്ഭുതപ്പെടാനില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരുപക്ഷെ അത് ഉണ്ടായേക്കും. രാജി ഇന്ന് തന്നെ കൈമാറിയേക്കും. പക്ഷേ പാർട്ടി നേതൃത്വം, അതായത് KPCC അധ്യക്ഷരോ പ്രതിപക്ഷ നേതാവോ ഒന്നും തലസ്ഥാനത്ത് ഇല്ല. ഒരുപക്ഷെ സ്പീക്കർ അടക്കം കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമെന്ന വിവരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കുമെന്ന കാര്യം നേതൃത്വം തന്നെയായിരിക്കും, ഹൈക്കമാൻഡ് നേതൃത്വം തന്നെയായിരിക്കും തീരുമാനിക്കുക. ഇനി അറിയാനുള്ളത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ, വിവാദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണവുമായി ഡാലിലേക്ക് മടങ്ങി വരാം. ദീപ്തി മേരി വർഗീസ് നമുക്കൊപ്പമുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട തീരുമാനം ഉടൻ ഉണ്ടാവേണ്ടതല്ലേ? ഇതിന്റെ അകത്ത് പാർട്ടി വളരെ ഉചിതമായ ഒരു തീരുമാനമാണ് നേരത്തെയും കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തരം ആരോപണങ്ങൾ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലവിലുണ്ട്. BJPയും CPMഉം ഒക്കെ അവരുടെ MLA-മാരും മന്ത്രിയും ഒക്കെ ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. CPMന്റെ മാത്രമല്ല BJPയുടെ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അവിടൊക്കെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിലും രാജ്യത്തും ഉള്ളത്. ആ സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ 24 മണിക്കൂറിനകം അവരാരോപണം വന്നുടനെ തന്നെ ഒരു തെളിവുകളും ചോദിക്കാതെ, തെളിവുകളുടെ അടിസ്ഥാനം പോലും ചോദിക്കാതെ, ഒരു കേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാതെ, FIR ഉണ്ടോ എന്ന് അന്വേഷിക്കാതെ രാജിയിലേക്ക് പോകണമെന്ന് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ അത് രാജിവെക്കാൻ തയ്യാറായത്. ഇനിയിപ്പോ MLA സ്ഥാനത്തിന്റെ കാര്യത്തിലും അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചല്ലോ, തെരഞ്ഞെടുക്കപ്പെട്ട MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു ഇന്നലെ വരെയുള്ള നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേതാക്കളുടെ പ്രതികരണവും അതുതന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ രാജി വേണമെന്ന നിലപാടിലേക്ക് വരുന്നതിന് കാരണം പുതിയ തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടാണോ? അല്ല, അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള രാജി സാധാരണഗതിയിൽ ഒരു കൺവിക്ഷൻ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ചില സാഹചര്യത്തിലോ ആണ് ജനപ്രതിനിധി നിയമപ്രകാരം തന്നെ അതെടുക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു FIR ഇല്ല, പരാതിക്കാരി മുമ്പോട്ട് വരാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ആരോപണം മാത്രമുണ്ട്. ചാനലുകൾക്ക് മുൻപിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിന്ന് വരുന്നു പറയുക, അല്ലെങ്കിൽ അവരെ പുറത്തുവിടുന്ന ചില ചാറ്റുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ എന്നാൽ പോലും ഒരു ഷേഡിയായിട്ട് ഒരു യുവ MLA, കോൺഗ്രസിന്റെ MLA അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പുതിയ ഞാൻ പറയുന്ന മുൻകാലങ്ങളിൽ ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോ അത്തരത്തിൽ പോലും കോൺഗ്രസ് ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും വ്യത്യസ്തമായ, ഏറ്റവും ആർജവമുള്ള, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു തീരുമാനമായിരിക്കും. അല്ല, ഇന്നലെ രാവിലെ വരെ ഇല്ലായിരുന്ന ആ ആലോചന പെട്ടെന്ന് ഇന്നലെ വൈകിട്ടോടെ ആ രീതിയിലേക്ക് വരുന്നതിന് കാരണം പുതിയ തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടോ ഇനിയും വരുമെന്ന പ്രതീക്ഷയിലാണോ?